നമസ്കാരം. മുൻ പോലീസിന്റെ ഉപദേശകനായിട്ട് ജോലി ചെയ്തിരുന്ന രമൺ ശ്രീവാസ്തവയിൽ നിന്നും ഇപ്പോഴത്തെ പോലീസിന്റെ ഉപദേശകൻ ഹേമചന്ദ്രനിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനിൽ നിന്നും രമേശ് ചെന്നിത്തലയിലേക്ക് അധികാരം എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അതിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാവ് അദ്ദേഹം ഇന്ന് എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. അതായത് രമേശ് ചെന്നിത്തലയുടെ ഭരണം അത് നമുക്ക് ഒരിക്കലും അതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല, പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയം മാറ്റിവെച്ച് ചെന്നിത്തലയ്ക്ക് പിന്തുണ കൊടുക്കണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത്ര കൃത്യമാണ്, അത്ര വ്യക്തമാണ് ചെന്നിത്തലയുടെ ഭരണം. പോലീസ് മന്ത്രി ഗംഭീരമാണെങ്കിൽ ഇപ്പോഴത്തെ പോലീസിന്റെ ഉപദേശകൻ ഹേമചന്ദ്രൻ അദ്ദേഹം അതിഗംഭീരം തന്നെയാണ്, ഒരു തർക്കവുമില്ല. മന്ത്രി പുലിയാണെങ്കിൽ ഉപദേശകൻ പുപ്പുലി. ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള ഒരൊറ്റ സംഭവം അത് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. കൗൺസിലറായിട്ടുള്ള സുഗതൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ എടുത്ത് തൂക്കി പോലീസിന് കൊണ്ടുപോകാൻ കഴിഞ്ഞു. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷം നമുക്ക് ഇതുപോലൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷം നമ്മളൊക്കെ ആഗ്രഹിച്ചത് ഇതുപോലൊരു ഭരണമായിരുന്നു. പക്ഷെ ആഗ്രഹിച്ച ആ പ്രതീക്ഷക്കൊത്ത് വളരാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിട്ടുള്ള വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ BJP-ക്കാരും RSS-കാരുമാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിട്ടുള്ളത്. സഖാക്കൾക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ ഒരു പരിഗണനയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ഒരുപോലെ തന്നെയാണ് അത് ബാധിക്കുക. എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരാളോടും ഒരു വേർതിരിവ് കാണിക്കില്ല. കൃത്യമായി നടപടി സ്വീകരിക്കും എന്ന് ചെന്നിത്തല പറഞ്ഞപ്പോൾ ഇത്രയും ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും BJP-യുടെ നേതാവ്, BJP-ക്കാർ ഒന്നടങ്കം അയാളെ സപ്പോർട്ട് ചെയ്ത് രംഗത്തുണ്ട്. മേയർ VV രാജേഷ് ഒക്കെ ഇപ്പോൾ എല്ലാ നിലക്കും അയാളെ സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയപ്പോഴാണ് പോലീസ് കൃത്യമായി അവിടെ നിയമം നടപ്പിലാക്കിയത്. കാപ്പ കേസ് പ്രതിയാണ്. ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല. ഇതുപോലെ പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നു എങ്കിൽ ഒരു പരിധിവരെ സമൂഹ മാധ്യമങ്ങളിലുള്ള വിഷം തുപ്പുന്ന ചില ജന്തുക്കളെ കൂടെ നമുക്ക് കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. എത്രമാത്രമാണ് കഴിഞ്ഞ 10 വർഷം ഈ വിഷം തുപ്പുന്ന ആളുകൾ ഇവിടെ മെഴുകിക്കൊണ്ടിരുന്നത്. വിഷം തുപ്പുന്ന ആളുകൾക്ക് എല്ലാവിധ പിന്തുണയും സഹായവും സഹകരണവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി.